പക്ഷെ പല ആഗ്രഹങ്ങളോടും ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട്, അതായത് വണ്ണം വെക്കണം കുറയ്ക്കണം എന്നുള്ള ആഗ്രഹങ്ങളോടെ വന്നിട്ട് തോറ്റു പിന്മാറുന്നവരോട് ആ ഫയർ അവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ തന്നെ, ഇപ്പോൾ നിങ്ങളൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വരാൻ പറ്റാറില്ല അല്ലേ? നിങ്ങൾ ഒരു വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ട് പറയുന്നുണ്ട്, ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഫയർ ഉണ്ട്. അപ്പോൾ ആ ഫയർ ഒരിക്കലും വിടരുത് നമ്മൾ. ഇപ്പോൾ ഈവൻ ആഴ്ചക്ക് ഒരു ദിവസം വന്നാൽ പോലും ഇറ്റ്സ് ഫൈൻ. നിങ്ങൾ ഒരു ദിവസമെങ്കിലും വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ സക്സസ് ആവുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ഭയങ്കര റിസ്ക്കാണ്. എന്താ പറയുക, നമുക്കൊരു ദർ ഈസ് നോ ഈസി വേ. പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാനോ ഇതാക്കാനൊന്നും പറ്റില്ല. ഇത് ഭയങ്കര ഹാർഡാണ്. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ആ സക്സസ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിലൊന്നും നമുക്ക് ഒരിക്കലും സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റില്ല. പയ്യെ പയ്യെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ മോട്ടിവേഷൻ ആയിരിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മളെക്കൊണ്ട് മാത്രമേ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ആർക്ക് പോയി ഞാനിപ്പോൾ ഈ മോട്ടിവേഷൻ സ്പീച്ച് ചെയ്ത് കുറച്ച് നിങ്ങൾക്ക് ഒരു എനർജി കിട്ടുമെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഡൗൺ ആയി. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് വിലയിരുത്തുക. നിങ്ങളെ മിററിന് മുമ്പിൽ പോയി രാവിലെ എഴുന്നേറ്റിട്ട് മിററിന് മുമ്പിൽ പോയി നിൽക്കുക, നിങ്ങൾ വിലയിരുത്തുക എന്താണ് എൻ്റെ കോലം. ഓക്കെ, അതുപോലെ നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകൾ, നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആളുകളൊക്കെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ അതൊക്കെ ഒരു മോട്ടിവേഷനാണ് അല്ലേ? സ്വയം വിലയിരുത്തുക. അപ്പോൾ തന്നെ നിങ്ങൾ എന്താവും, ബിൽഡ് ചെയ്തെടുക്കുക. എനിക്ക് ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പേരുണ്ട് ജിമ്മ് നിർത്തിയിട്ട് പല രീതിയിലും പോയിട്ടുള്ള ആളുകളുണ്ട്, സക്സസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമൊന്നുമല്ല, റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ലൈഫിൽ സക്സസ് ആയാൽ എന്താ പറയുക, അതിലേറെ മധുരമുള്ള ഒരു മധുരപ്രതികാരം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ മറ്റുള്ള നെഗറ്റീവ് പറയുന്ന ആളുകൾക്കൊക്കെ മുമ്പിൽ നമ്മളൊരു എന്താ പറയുക, അവർ കാണുമ്പോൾ വലിയ സംഭവമായിട്ട് നമ്മൾ കാണും. സോ ഈവൻ ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നെ തന്നെ പല ആളുകളും കണ്ടിട്ട് നീ ഇങ്ങനെയൊക്കെ ആയോ എന്ന് ചോദിക്കുന്നത്, അതൊക്കെ ഭയങ്കര പ്രൗഡാണ്. സോ നിങ്ങൾക്കേ നിങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ. സോ നോ സാക്രിഫൈസ് നോ വിക്ടറി എന്നാണ്.